അന്തിക്കാട് വള്ളൂർത്താഴം കോൾപ്പടവിലെ നെൽകൃഷിയിൽ മുഞ്ഞബാധ. കർഷകർ ആശങ്കയിൽ. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി കൃഷിവകുപ്പ്. പദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള തടസ്സം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പദ്ധതികൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ധനനഷ്ടത്തിന് കാരണമാകുന്നതായും മന്ത്രി. മാറ്റാമ്പുറത്ത് ആനയിടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊന്നു. മരിച്ചത് കൊണ്ടാഴി സ്വദേശി ബാബുരാജ്. ആക്രമണത്തിൽ മറ്റൊരു പാപ്പാന് പരിക്ക്. പ്രളയാനന്തരം രോഗബാധിതനായ ഭർത്താവുമായി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി തിരികെ പോകാൻ വീടില്ലാതെ വിഷമിച്ച വീട്ടമ്മയ്ക്ക് TCV വാർത്ത തുണയായി. സുമനസ്സുകളുടെ കാരുണ്യത്തിൽ ഒരുങ്ങുന്നത് സന്തോഷ വീട്. വാർത്തകൾ വിശദമായി. അന്തിക്കാട് പഞ്ചായത്തിലെ വള്ളൂർത്താഴം കോൾപ്പടവിലെ നെൽകൃഷിയിൽ മുഞ്ഞബാധ. കർഷകർ ആശങ്കയിലാണ്. മുഞ്ഞബാധയുടെയും ബാക്ടീരിയയുടെയും തുടക്കം കണ്ടതിനെ തുടർന്ന് കാർഷിക സർവകലാശാലയും കൃഷിവകുപ്പും പാടശേഖരത്ത് സന്ദർശനം നടത്തി. 16 ഏക്കറോളം വരുന്ന വള്ളൂർത്താഴം പാടശേഖരത്തിലെ 1.5 ഏക്കറോളം സ്ഥലത്താണ് മുഞ്ഞ ബാധിച്ചിട്ടുള്ളത്. വിത കഴിഞ്ഞ് 90 ദിവസമായ നെൽച്ചെടികളിലാണ് മുഞ്ഞ എന്ന ഈച്ച രോഗം പടർന്നത്. ഈച്ചകൾ കൂട്ടത്തോടെ നീര് കുടിക്കുന്നതോടെ നെൽച്ചെടികൾ വാടി പഴുക്കുന്നതാണ് കർഷകർക്കുള്ള പ്രതിസന്ധി. വിവരമറിഞ്ഞ് കൃഷി ഓഫീസർ ഗ്രേസിയുടെ നേതൃത്വത്തിൽ പാടശേഖരം സന്ദർശിച്ച് മുഞ്ഞബാധ പരിശോധിക്കുകയും കർഷകർക്ക് പ്രതിവിധിയായി ചെയ്യേണ്ട മരുന്ന് പ്രയോഗത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഗവേഷകരും സ്ഥലം സന്ദർശിച്ചു. ബാക്ടീരിയ ബാധയ്ക്കെതിരെ പുതിയ ചാണകം 20 ഗ്രാം, സ്യൂഡോമോണസ് 20 ഗ്രാം വീതം ചേർത്ത് മിശ്രണം ചെയ്ത് നെൽച്ചെടികളിൽ തളിക്കുക. ബ്ലീച്ചിംഗ് പൗഡർ 2 കിലോഗ്രാം 1 ഏക്കറിന് എന്ന തോതിൽ 100 ഗ്രാം വീതം തുണികളിൽ കിഴികെട്ടി വിതറുക. രൂക്ഷമായ രോഗമുള്ള ഇടങ്ങളിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ സൾഫേറ്റ് 6 ഗ്രാം 25 ലിറ്റർ വെള്ളത്തിൽ കലക്കി, കൊസൈഡ് 25 ഗ്രാം 25 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ മിശ്രിതം ചേർത്ത് നെൽച്ചെടികളിൽ തളിക്കുക എന്നിങ്ങനെയാണ് പ്രതിവിധികൾ. വെള്ളച്ചാലുകൾ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങളും കർഷകർക്ക് സംഘം പകർന്നു നൽകി. പാടം വറ്റിച്ച ശേഷം വീണ്ടും വെള്ളം കയറ്റിയാൽ കീടബാധ കുറയുമെന്നും 6 കിലോ പൊട്ടാഷ് അധികമായി ചേർത്ത് ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. TCV അന്തിക്കാട്. പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കാലതാമസം എടുക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. പുലക്കാട്ടുകരയിൽ മണലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതിനേക്കാൾ വെല്ലുവിളിയാണ് അതിനുള്ള തടസ്സങ്ങൾ നീക്കുന്നത്. പദ്ധതികൾക്കുണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ ധനനഷ്ടം വരുത്തുന്നുണ്ട്. പദ്ധതികൾ പ്രാവർത്തികമാക്കാനും തടസ്സങ്ങൾ നീക്കാനും ജനകീയ പ്രവർത്തനം ആവശ്യമാണ്. പുലക്കാട്ടുകര അതിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. പാലം നിർമ്മാണം കഴിഞ്ഞാൽ കുഞ്ഞനംപാറ മുതൽ പുലക്കാട്ടുകര പാലം വരെ മെക്കാഡം ടാറിംഗ് റോഡ് നിർമ്മിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പാലിയേക്കര ടോൾ പാതയ്ക്ക് സമാന്തരമായി പുതിയ പാതയാണ് നിലവിൽ വരുന്നത്. MP CN ജയദേവൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നെന്മണിക്കര പഞ്ചായത്ത് പ്രദേശത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ തൃക്കൂർ പഞ്ചായത്തിൽ നിന്നുമുള്ളവർ ഘോഷയാത്രയായിട്ടാണ് എത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. മാറ്റാമ്പുറത്ത് ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു. കൊണ്ടാഴി സ്വദേശി ബാബുരാജാണ് മരിച്ചത്. മറ്റൊരു പാപ്പാൻ ജിനീഷിന് പരിക്കേറ്റിട്ടുണ്ട്. ചാൾസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള തിരുവമ്പാടി കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ജില്ലയിൽ ആനയുടെ കുത്തേറ്റ് 2 മാസത്തിനിടെ 3 മരണം. കുട്ടിശങ്കരന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആദ്യത്തെ ആളല്ല ബാബുരാജ്. 2004 തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടയിൽ 1-ാം പാപ്പാൻ കുറ്റിക്കോട് നാരായണനാണ് ആദ്യം കുത്തേറ്റു മരിക്കുന്നത്. 2 മാസത്തിനിടെ ആനക്കല്ലി ജില്ലയിൽ ജീവനെടുക്കുന്നത് 3-ാമത്തെ ആളെയാണ്. ഡിസംബറിൽ പിതൃക്കോവിൽ പാർത്ഥസാരഥിയുടെയും മായന്നൂരിൽ ശങ്കരനാരായണന്റെയും ആക്രമണത്തിൽ 2 പേർ മരിച്ചിരുന്നു. കുട്ടിശങ്കരൻ കഴിഞ്ഞ ദിവസം എഴുന്നള്ളിപ്പിനിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാറ്റാമ്പുറത്തെ പറമ്പിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. എഴുന്നള്ളിപ്പിന് മുൻപ് ആനകളെ വനം വകുപ്പിന്റെ ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മറ്റ് അനുമതികൾ നേടണം എന്നുമുള്ള നിബന്ധന കർശനമായി പാലിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. മണലൂരിൽ പ്രളയാനന്തരം രോഗബാധിതനായ ഭർത്താവുമായി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി തിരികെ പോകാൻ വീടില്ലാതെ വിഷമിച്ച വീട്ടമ്മയുടെ കണ്ണീരിന് TCV വാർത്ത തുണയായി. സഹായമായി ലഭിച്ച 7 ലക്ഷത്തിൽ പരം രൂപയിൽ സുമനസ്സുകളുടെ കാരുണ്യത്തിൽ ഒരുങ്ങുന്നത് ഇവർക്കായുള്ള സ്വപ്ന ഭവനമാണ്. മണലൂരിൽ പ്രളയമെത്തിയപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വിജി
ലിവർ സീറോസിസ് ബാധിതനായ ഭർത്താവ് രമേഷിനെ താങ്ങിയെടുത്താണ് എത്തിച്ചത്. പ്രളയം കഴിഞ്ഞ് ക്യാമ്പിലെ അന്തേവാസികൾ ഒഴിഞ്ഞുപോയെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ മൂലവും ഇവരുടെ പേരിൽ വസ്തുവില്ലാത്തതിനാലും ഇവർക്ക് മാത്രം തിരികെ മടങ്ങാനായില്ല. വയർ വന്ന് വീർക്കുന്ന അസുഖമാണ് രമേഷിന്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. 5 മുതൽ 7 ലിറ്റർ വെള്ളം വയറിൽ നിന്നും കുത്തിയെടുക്കണം. മാസം 20,000 രൂപ ചികിത്സയ്ക്ക് വേണം. ഭർത്താവിന് രോഗം ബാധിച്ചതോടെ തൃശൂരിലെ തുണിക്കടയിലുണ്ടായിരുന്ന ജോലി വിജി വർഷങ്ങൾക്ക് മുൻപ് നിർത്തിയിരുന്നു. TCVയാണ് ഇവരുടെ വിഷമങ്ങളെ പുറം ലോകത്തെത്തിച്ചത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പൊതുപ്രവർത്തകയും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുമായ രഞ്ജിനി അനിലനാണ് ആദ്യം ക്യാമ്പിലെത്തി സാന്ത്വന സഹായം നൽകിയത്. ഇവരിവിടെ താമസിക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ദിവസം രാത്രിയിൽ TCVയിലത്തെ വാർത്തയിൽ പെട്ടെന്ന് അറിയും. ഒരു മരുന്നിന് എന്തെങ്കിലും നമ്മൾ കൊടുക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് അന്ന് വന്നത്. പക്ഷെ നമുക്കിവിടെ വന്നവരെ കണ്ടപ്പം ഭയങ്കര ദയനീയമായിട്ട്, കാരണം നമ്മളൊരു കുടുംബമായിട്ട് കഴിയുന്നത് കൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഈ ചികിത്സയേക്കാളും പ്രധാനം ഇവർക്ക് കയറി കിടക്കാൻ ഒരു ഇടമായിരുന്നത് കൊണ്ട് എല്ലാവരും കൂടെ തീരുമാനിച്ച് നമ്മളിപ്പോൾ ഒരു 4 സെന്റ് സ്ഥലം ബാക്കി പൈസയും കൂട്ടിയിട്ട് ഒരു 8 ലക്ഷം രൂപയ്ക്ക് 4 സെന്റ് സ്ഥലം അവർക്ക് വാങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഒരു മാസത്തിനുള്ളിൽ ജോയി അൽക്കാസിന്റെ ഇടപെടൽ മൂലം അവര് തന്നെ വീട് ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങളും ഇവർ ചെയ്തു കൊടുത്തു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സുമനസുകളുടെ ധനസഹായം വിജയുടെ അക്കൗണ്ടിലേക്ക് എത്തി. 4 ലക്ഷം രൂപയാണ് ഇവരുടെ പുനരധിവാസത്തിന് ലഭിച്ചത്. ഇതിനിടയിൽ കാരുണ്യപ്രവർത്തികളിൽ ജനശ്രദ്ധ നേടിയ ഫിറോസ് കുന്നുംപറമ്പിൽ 3 ലക്ഷം രൂപയും ഇവർക്ക് നൽകി. തുടർന്ന് ഇവർക്ക് വേണ്ടി 4 സെന്റ് സ്ഥലവും വാങ്ങി. രജിസ്ട്രേഷൻ നടപടികളും കഴിഞ്ഞു. വീട് കൂടി ഇവർക്ക് വേണ്ടതിനാൽ ഈ വിവരങ്ങൾ രഞ്ജിനി അനിലൻ ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സ്ഥലമുണ്ടെങ്കിൽ വീട് പണിത് നൽകാമെന്ന് ജോയ് ആലുക്കാസ് ഉറപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ നടന്ന സ്ഥലത്തിന്റെ മറ്റ് രേഖകൾ കൂടി ഹാജരാക്കിയാൽ 1 മാസത്തിനകം വീട് പണി ആരംഭിക്കും. ദുരിതാശ്വാസ ക്യാമ്പായിരുന്ന മണലൂർ പഞ്ചായത്ത് പട്ടികജാതി വ്യവസായ കേന്ദ്രത്തിലെ ഒരു മുറിയിലാണ് ഇവരിപ്പോഴും. 2 മക്കളെ ബന്ധുവീടുകളിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. സുമനസുകളുടെ സഹായത്താൽ താമസ സൗകര്യം ഒരുങ്ങുമ്പോഴും പ്രതിദിനമുള്ള ചികിത്സാ ചിലവും ഈ കുടുംബത്തിന് വേദനകൾ നൽകുന്നതാണ്. TCV അന്തിക്കാട്. ചാലക്കുടിയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ KSRTC ഡ്രൈവർ മരിച്ചു. ചാലക്കുടി ഡിപ്പോയിലെ ഡ്രൈവറും മാരാങ്കോട് വടാശ്ശേരി കൊച്ചാപ്പുവിന്റെ മകനുമായ 54 വയസ്സുള്ള ഷാജനാണ് മരിച്ചത്. മേച്ചിറയിൽ വെച്ചായിരുന്നു അപകടം. KSRTC ഡ്രൈവേഴ്സ് യൂണിയൻ TDF സംസ്ഥാന സെക്രട്ടറിയും പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു. മൃതദേഹം തിങ്കളാഴ്ച രാവിലെ 9-ന് ചാലക്കുടി KSRTC ഡിപ്പോയിൽ പൊതുദർശനത്തിന് വയ്ക്കും. പ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും. മണത്തല പള്ളി താഴത്തു നിന്ന് പ്രജ്യോതിയുടെ ആദ്യ കാഴ്ച പള്ളിയിലെത്തും. തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും ക്ലബ്ബുകളുടെയും മറ്റുമായുള്ള കാഴ്ചകളും പള്ളിയിൽ എത്തിച്ചേരും. ചൊവ്വാഴ്ച നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച, കൊടിയേറ്റ കാഴ്ച, നാട്ടുകാഴ്ച എന്നിവ നടക്കും. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ 3ാം ഘട്ട നവീകരണം വൈകാതെ ആരംഭിക്കുമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30 ലക്ഷം രൂപ ചിലവിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ മോനൊടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 2 പാലങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3ാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെ മെക്കാഡം ടാറിംഗ് നടത്തും. കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ നവീകരിക്കുന്ന പ്രവൃത്തിയും പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മെക്കാഡം ടാർ ചെയ്യാൻ അനുമതിയായി കഴിഞ്ഞു. 20.7 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇവിടുന്ന് എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെ പൈപ്പ്, കുടിവെള്ളം നൽകിക്കൊണ്ടിരിക്കുന്ന പൈപ്പ് മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുകയാണ്. അപ്പോൾ മെക്കാഡം ടാർ ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അത് ടാറ് കുത്തി പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് അത് മാറ്റണം എന്നൊരാവശ്യം ഉണ്ടായിരുന്നു. അതും സാർത്ഥകമായിട്ടുണ്ട്. അതിനുവേണ്ടി 92 ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ ചെയ്ത് നടപടി പൂർത്തിയായി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷനായിരുന്നു. വാർഡംഗം സുഭാഷിണി സന്തോഷ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ CV ബൈജു, റീന എന്നിവർ സംസാരിച്ചു. കരാറുകാരൻ മാത്യൂസ് വർഗീസ് വടക്കേടത്തിന് മന്ത്രി ഉപഹാരം സമ്മാനിച്ചു. സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം നാടുവിട്ട യുവാവിനെ വെള്ളിക്കുളങ്ങര SI
SS ഷിജുവും സംഘവും ചേർന്ന് പിടികൂടി. കൊരേച്ചാൽ വലിയ വീട്ടിൽ ലിൻസനാണ് അറസ്റ്റിലായത്. 2017 ഡിസംബറിൽ സ്വന്തം ജ്യേഷ്ഠനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഇയാൾ നാടുവിട്ട് പാലക്കാടുള്ള ഒളി സങ്കേതത്തിൽ കഴിഞ്ഞുവരികയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും നൽകാൻ സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ നവീകരിച്ച തെക്കേക്കര അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന ബഡ്ജറ്റിൽ കാർഷിക അഭിവൃദ്ധിക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. വിവിധ ക്ഷേമ പെൻഷനുകളിലും വർധനവുണ്ടാകും. സർക്കാർ ഏറ്റെടുത്ത കിരാലൂർ സ്കൂളിന് 70 ലക്ഷം രൂപയും വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 2 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെലി ദിലീപ് കുമാർ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ TR ഷോബി, ശുഭ അനിൽകുമാർ, സെക്രട്ടറി VG ശ്രീകല, സീനു അബാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. പുതുക്കാട് ചെങ്ങാലൂരിൽ പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീട് തകർന്നു വീണു. ചെങ്ങാലൂർ കൊടുവേലിപ്പറമ്പിൽ ജോൺസന്റെ വീടാണ് തകർന്നു വീണത്. വീടിന്റെ ചുമരിന് വിള്ളൽ സംഭവിച്ചിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ കേരള കമ്പനിയാണ് ചൂൽപ്പുറം ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ഷ്രെഡിംഗ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. ദിവസേന 500 കിലോ വരെ പ്ലാസ്റ്റിക് മാലിന്യം ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഈ പ്ലാസ്റ്റിക് നഗരസഭയിലെ റോഡുകളുടെ ടാറിങ്ങിന് ഉപയോഗിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ KP വിനോദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, മുൻ ചെയർമാൻ TT ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. നെന്മണിക്കര പാഴായിൽ വയോധികയ്ക്ക് വീടൊരുക്കാൻ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചുമട്ടുകാരായി. സഹകരണ വകുപ്പിലെ 40ഓളം ജീവനക്കാരാണ് ശ്രമദാനത്തിൽ പങ്കാളികളായത്. പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നു വീണ വീടാണ് സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെ കൈത്താങ്ങോടെ പുനർനിർമ്മിക്കുന്നത്. നെന്മണിക്കര പാഴായി അയ്യപ്പത്ത് മുളങ്ങിൽ ഭാസ്കരന്റെ ഭാര്യ 83 വയസ്സുള്ള രാധയുടെ വീട് നിർമ്മാണത്തിനാണ് ജീവനക്കാർ ഒത്തുകൂടിയത്. പ്രളയത്തിൽ തകർന്ന ജീവിതം സ്വരുകൂട്ടുന്നതിനിടയിലാണ് 2 ആഴ്ച മുൻപ് രാധയുടെ ഭർത്താവ് ഭാസ്കരൻ മരണമടഞ്ഞത്. ഭർത്താവിന്റെ വിയോഗവും കയറിക്കിടക്കാൻ വീടില്ലാതായതും ഈ വൃദ്ധമാതാവിനെ ഏറെ ദുരിതത്തിലാക്കി. ഇവരുടെ ദുരവസ്ഥയറിഞ്ഞ തലൂർ സഹകരണ ബാങ്കാണ് കെയർ ഹോം പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീട് നിർമ്മിക്കാൻ പണം ലഭിച്ചെങ്കിലും വീട് പണിക്കുള്ള സാമഗ്രികൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് എത്താനുള്ള വഴിയില്ലാത്തത് ഈ കുടുംബത്തിന് തിരിച്ചടിയായി. കട്ടയും മണലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വീടിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിനപ്പുറത്ത് ഇറക്കണം. ഇതെല്ലാം തലച്ചുമടായി റെയിൽവേ ട്രാക്ക് മറികടന്ന് വേണം വീട്ടിലെത്തിക്കാൻ. ഇതിനുള്ള ചുമട്ടുകൂലിയുടെ അമിതഭാരം കുറയ്ക്കാനാണ് സഹകരണ വകുപ്പിലെ ജീവനക്കാർ ചുമട്ടുകാരായി മാറിയത്. മുകുന്ദപുരം താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ്, തലൂർ സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ 40ഓളം ജീവനക്കാരാണ് ശ്രമദാനത്തിൽ പങ്കാളികളായത്. ഇൻസ്പെക്ടർമാരും ഓഡിറ്റർമാരും സഹകരണ ബാങ്കിലെ ജീവനക്കാരും ഇതിൽപ്പെടുന്നു. വീട് നിർമ്മാണത്തിനുള്ള 2 ലോഡ് കട്ട റെയിൽവേ പാതകൾ മറികടന്ന് ഇവർ വീട്ടിലെത്തിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ MC അജിത്ത്, അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻ P ജോസഫ്, തലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK സന്തോഷ്, സെക്രട്ടറി സാജ് കുമാർ, KA അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. TCV പുതുക്കാട്. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ലാബിന്റെയും ഓഫീസ് മുറികളുടെയും ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് ആവശ്യമായ തുകയുടെ 20% കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളതായും വൈകാതെ ക്വാർട്ടേഴ്സ് നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 20% തുക അതിന് നീക്കിവെച്ചിട്ടുണ്ട്. അതിന് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. അത് അലോപ്പതി ഡയറക്ടറേറ്റിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം അത് പാസ്സാക്കുവാനുള്ള ഒരു ശ്രമം നടത്താമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ എസ്റ്റിമേറ്റഡ് തുക തീർച്ചയായും ഇവിടുത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാർട്ടേഴ്സായിട്ട് വരും എന്നുള്ള കാര്യം ഞാൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KJ ഡിക്സൺ, ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AC സർള തുടങ്ങിയവർ സംസാരിച്ചു. വേളൂക്കരയിലെ നവ്യയുടെ കുടിലിലെ ജീവിതത്തിന് അറുതിയാകുന്നു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടിയ നവ്യയ്ക്ക് അടച്ചുറപ്പുള്ള വീട് ഒരുങ്ങുകയാണ്. വേളൂക്കരയിലെ മുണ്ടൻമാണി കുഞ്ഞിലു അന്തോണിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. ഇവിടെ CPM പ്രവർത്തകർ നവ്യയുടെ കുടുംബത്തിന് ഒരു വീടും വെച്ചുകൊടുക്കുകയാണ്. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ എരുമേൽ നാരായണൻ നിഷ ദമ്പതികളുടെ മകൾ തൃപ്പാപ്പള്ളിയിലെ താരമായി മാറിയപ്പോൾ നിരവധി പേർ ആശംസകളുമായി എത്തിയിരുന്നു. എന്നാൽ അവരോടൊന്ന് ഇരിക്കാൻ പറയാൻ പോലും കഴിയാത്തതായിരുന്നു ഈ കുചേല കുടുംബത്തിന്റെ അവസ്ഥ. പാതി ചുമരും ബാക്കി പഴംതുണികളും ഫ്ലക്സുമെല്ലാം മറച്ച വീട് കണ്ട് അഭിനന്ദനവുമായി എത്തിയവരുടെ മനം നീറി. പരിസരത്തെ CPM പ്രവർത്തകരാണ് കൂലിപ്പണിക്കാരൻ നാരായണന്റെ നിരാലംബമായ ജീവിതത്തിന് അറുതി വരുത്താൻ രംഗത്തിറങ്ങിയത്. നബിയുടെ 2 വർഷത്തെ ഹയർ സെക്കൻഡറി പഠനത്തിന് അവർ സ്പോൺസറെ കണ്ടെത്തി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജനീഷ് P. ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി എന്നിവരുടെ നേതൃത്വത്തിൽ നബിക്കൊരു വീട് എന്ന ദൗത്യവുമായി രംഗത്തിറങ്ങി. PK കറപ്പൻ, VC സിജോ, MA പോൾ എന്നിവർ ഇതിൽ പങ്കാളികളായി. ആധാരത്തിലെ നൂലാമാലകളും ടവർ ലൈനിന്റെ തടസ്സവും നിലവിലെ ഇത്തിരി സ്ഥലത്ത് പഞ്ചായത്ത് വക ഭവന നിർമ്മാണത്തിന് തടസ്സമായി. തുടർന്നാണ് സംഘത്തിലെ MA പോൾ തങ്ങളുടെ കുറ്റിക്കാട്ടെ ഭൂമിയിൽ നിന്നും സ്ഥലം നൽകാൻ തയ്യാറായത്. വീടിന്റെ നിർമ്മാണ ചുമതല പാർട്ടിയും ഏറ്റെടുത്തു. നാരായണന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ MLA BD ദേവസി സ്ഥലത്തിന്റെ ആധാരം നബിക്ക് കൈമാറി. തനിക്കൊരു ഡോക്ടറാകണമെന്ന നബിയുടെ ആഗ്രഹത്തെ MLA പ്രശംസിക്കുകയും വേളൂക്കര ഗ്രാമം ഒപ്പമുണ്ടെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജനീഷ് P. ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. TCV ചാലക്കുടി. ആനക്കൊമ്പിന് മുന്നിൽ നിർഭയനായി 2ാം പാപ്പാൻ അനീഷ്. എറണാകുളം ജില്ലയിലെ ചെറായിയിൽ ഗൗരീശ്വര ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടയിലാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന ആന ഇടഞ്ഞോടിയത്. ബഹളത്തിനിടയിൽ കൂട്ടാനകളിൽ ഒന്നായ പുതുപ്പള്ളി കേശവൻ എന്ന കൊമ്പനും വിരണ്ടു. മുന്നോട്ടാഞ്ഞ ആനയുടെ കൊമ്പിൽ കയറി പിടിച്ച് 2ാം പാപ്പാൻ അനീഷ് നിയന്ത്രിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ മേത്തലക്കാരനായ ഈ ചെറുപ്പക്കാരന്റെ ആത്മധൈര്യം നിരവധി പേരുടെ ജീവനാണ് രക്ഷിച്ചത്. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി വൈവാഹിക സംഗമം നടത്തി. വിവിധ ജില്ലകളിൽ നിന്നായി 700ഓളം പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. 11 ജോഡി ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾ സംഗമത്തിലൂടെ ജീവിത പങ്കാളികളെ കണ്ടെത്തി. 2014 കരുണയുടെ വൈവാഹിക സംഗമത്തിലൂടെ വിവാഹിതരായ റെജി, റിയ ദമ്പതികളുടെ പുത്രൻ റിയാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ ഡോക്ടർ KB സുരേഷ് അധ്യക്ഷനായിരുന്നു. ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ടുകർമ്മം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. അനിലക്കര MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ്, വൈസ് ചെയർമാൻമാരായ അനൂപ് കിഷോർ, അജിത് മല്ലയ്യ, MR സോമനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 16-നാണ് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനം ആരംഭിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ദീർഘകാലമായി ഒളിവിലായിരുന്ന പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. SN പുരം വേഴവന സ്വദേശി കുടിലിങ്ങൽ സുജിത്തിനെയാണ് മതിലകം SI KP മിഥുനും സംഘവും അറസ്റ്റ് ചെയ്തത്. 2015-ലാണ് കേസിനാസ്പദമായ സംഭവം. SN പുരം 13-ാം വാർഡിൽ പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതിനായി പഞ്ചായത്ത് സ്ഥാപിച്ച വാർത്താ ബോർഡ് നശിപ്പിച്ചുവെന്നാണ് കേസ്. സംവിധായകൻ പ്രിയനന്ദനെ ആക്രമിച്ചതിനെതിരെ ഗുരുവായൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെയും ദർപ്പണ ഫിലിം സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. നഗരസഭാ ലൈബ്രറി അങ്കണത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KV വിവിധ് ഉദ്ഘാടനം ചെയ്തു. ഗായത്രി അധ്യക്ഷയായിരുന്നു. KA രമേഷ് കുമാർ, കുട്ടി എടക്കഴിയൂർ, ശ്രീകുമാർ അമ്മനൂർ, OA സതീശൻ, KC തമ്പി എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ GLP സ്കൂളിൽ നിർമ്മിക്കുന്ന ഹൈടെക് ക്ലാസ് മുറികളുടെ ശിലാസ്ഥാപനം മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷനായിരുന്നു. പ്രൈമറി വിദ്യാലയങ്ങളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ എന്നിവർ സംസാരിച്ചു.
പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ പെരുമ എന്ന വിഷയത്തെ ആസ്പദമാക്കി 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. ഗുരുവായൂർ മാഹാത്മ്യം എന്ന വിഷയത്തെക്കുറിച്ച് AKB നായർ കോഴിക്കോട് പ്രഭാഷണം നടത്തി. ഡോക്ടർ KB പ്രഭാകരന്റെ അഗ്നിഹോത്രത്തോടുകൂടിയാണ് പ്രഭാഷണം തുടങ്ങിയത്. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചെങ്കത്ത്, സെക്രട്ടറി മധു K നായർ, ട്രഷറർ KK ശ്രീനിവാസൻ, ഐനിപ്പുള്ളി വിശ്വനാഥൻ, KK വേലായുധൻ, ബാല ഉള്ളാട്ട് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ 7 BJP പ്രവർത്തകർ ഡിവൈഎഫ്ഐയിൽ ചേർന്നു. പുതിയ പ്രവർത്തകരെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. തുടർന്ന് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. സ്വീകരണ പൊതുയോഗം VC ബിനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KT റിനോൾഡ് അധ്യക്ഷനായി. കുന്നംകുളം പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. കൂട്ടി എഴുന്നള്ളിപ്പിൽ 33 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം കൂട്ടി എഴുന്നള്ളിപ്പിന് മിഴിവേക്കി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സമദൂരം പാലിക്കുമെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ. ധീവരസഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ സംഘടിപ്പിച്ച അവകാശ ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് PV ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. അവകാശ ബോധവൽക്കരണ ക്ലാസിനും ലഹരി വിരുദ്ധ സെമിനാറിനും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ NN ഗോകുൽദാസ് നേതൃത്വം നൽകി. ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് PN ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി KV തമ്പി, AK വെങ്കടേശൻ, ദിവാകരൻ കുറുപ്പത്ത് എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകത്തിന്റെ നേതൃത്വത്തിൽ നങ്ങ്യാർ കൂത്ത് സംഘടിപ്പിച്ചു. ഗ്രാമകം നാടകോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് നങ്ങ്യാർ കൂത്ത് അരങ്ങേറിയത്. മദ്ദള വിദ്വാൻ വെള്ളാറ്റഞ്ഞൂർ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ ദൂതസഭയായിരുന്നു കഥ. തൃശൂർ ചാത്തക്കുടം കൃഷ്ണൻ നമ്പ്യാർ മിഴാവ് കളരിയാണ് അവതരണം നടത്തിയത്. ഉഷ നങ്ങ്യാരാണ് വേഷമിട്ടത്. ഏപ്രിൽ 6 മുതൽ 10 വരെ വേലൂർ സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുക. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. എളവള്ളി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ദേശപൊങ്കാല ആഘോഷിച്ചു. വിശ്വാസ തീക്ഷ്ണതയോടെ നിരവധി വിശ്വാസികൾ പൊങ്കാല സമർപ്പിക്കാൻ എത്തിച്ചേർന്നു. മാങ്ങാഞ്ചിറ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാമജപ ആലാപനവും ഉണ്ടായിരുന്നു. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി കിള്ളിമംഗലം മനോജ് നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. ആഘോഷ ചടങ്ങുകൾക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ ആർ ചന്ദ്രൻ, PS സുകുമാരൻ, സജീവൻ കാനത്തിൽ, PN ശേഖരൻ, കോവത്ത് ഗോപിനായർ, അപ്പുക്കുട്ടൻ തുവാര തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം എരണേഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹോമം, ചതുശുദ്ധി തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടന്ന കൊടിയേറ്റ് കർമ്മം ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി നിർവഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ EV ദശരഥൻ, ES അരുൺ, EVS ശശികുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഉത്സവ ദിവസമായ ഫെബ്രുവരി 4-നാണ് ഏനാമക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ, ഇടവക വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഭക്തിസാന്ദ്രമായ തിരുനാൾ പ്രദക്ഷിണം നടന്നു. തിരുനാൾ ആഘോഷങ്ങൾ ലളിതമാക്കി നടത്തി. പ്രളയ ദുരിതാശ്വാസ സഹായം നൽകുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജയന്തി സുരേന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം.
എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിലെ തിരുനാളിന് കൊടിയേറി ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. തൃശൂർ മേജർ സെമിനാരി റെക്ടർ ഫാദർ ജേസൺ കൂനംപ്ലാക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ഫെറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളം, കൈക്കാരന്മാരായ ജോൺ ലൂവിസ്, കെ റോയ് തറയിൽ, PF ഷാജു, ബാബു ജോർജ്, ജനറൽ കൺവീനർ EV ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് കാർലം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ ഉയർത്തിയ ദേശീയ പതാക അഴിച്ചുമാറ്റാത്തത് പരാതിക്ക് ഇടയാക്കി. ദേശീയ പതാകയെ ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള കാർലം ബാങ്ക് ഭരണസമിതി അവഹേളിച്ചിരിക്കുകയാണെന്നാരോപിച്ച് BJP കാർലം പഞ്ചായത്ത് കമ്മിറ്റി കാട്ടൂർ പോലീസിൽ പരാതി നൽകി. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയ്ക്ക് പുതിയ മുഖം. മുൻകാല പ്രവർത്തകൻ TP കൃഷ്ണന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ വായനശാലയുടെ വായനാമുറിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശീതീകരിച്ച പുതിയ വായനാമുറിയുടെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ അധ്യക്ഷയായിരുന്നു. അരിമ്പൂർ അഗ്രോ ഇൻഡസ്ട്രീസിൽ കാർഷിക ഉപകരണങ്ങൾ നശിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ അനാസ്ഥ മൂലമാണെന്ന് കുന്നത്തങ്ങാടിയിൽ നടന്ന മണലൂർ നിയോജക മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രവർത്തക സമ്മേളനം ആരോപിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MP പോളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TA പ്ലാസിൻ, മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ വെങ്ങിലശ്ശേരി കാർഷിക ഗ്രാമചന്തയുടെ 1ാം വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഷേളി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുര്യാക്കോസ് ജോൺ അധ്യക്ഷനായി. പഞ്ചായത്തിലെ മികച്ച കർഷകരായ MR ദിലീപ് കുമാർ, VS കൃഷ്ണൻ, PK താഹിറ, PK ഷാഹുൽ ഹമീദ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. കൃഷി ഓഫീസർ AN മനോജ്, പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജൈവ കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. വിശ്വാസം സംരക്ഷിക്കുക, വർഗീയതയെ ചെറുക്കുക എന്ന സന്ദേശവുമായി കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി. പൂവത്തൂർ കോലുക്കൽ പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പദയാത്ര ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റനും മണ്ഡലം പ്രസിഡന്റുമായ ഉമ്മർ സലീം അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ AT സ്റ്റീഫൻ, PK രാജൻ, സലാം വെൺമനാട്, ഷാജഹാൻ പെരുവല്ലൂർ, റഫീഖ് വെൺമനാട് തുടങ്ങിയവർ സംസാരിച്ചു. പദയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പാവർട്ടി സെന്ററിൽ സമാപിച്ചു. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തണമെന്ന് കേരള മഹിളാ സംഘം ചാലക്കുടി മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് BG സദാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി M സ്വർണലത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി രമ ബാഹുലേയൻ, ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, സംസ്ഥാന കൌൺസിൽ അംഗം CR റോസിലി തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ കാർമ്മികനായിരുന്നു. ഫെബ്രുവരി 2, 3 തീയതികളിലാണ് തിരുനാൾ. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹതായുടെ തിരുനാൾ ഭക്തി നിർഭരമായി. ആഘോഷമായ തിരുനാൾ ദ്വീപലിക്ക് ഫാദർ ആൻഡ്രൂസ് കൊള്ളന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോളി വടക്കൻ സന്ദേശം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ തിരുനാൾ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. വികാരി ഫാദർ ജോസ് മഞ്ഞളി, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ബേബി പോൾ വലിയ കണ്ടത്തിൽ, ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ സമാപിച്ചു. ഫാദർ ജീസോ കുറ്റിക്കാട്ട് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രിൻഡോ കിഴക്കേ കണഞ്ചിറ തിരുനാൾ സന്ദേശം നൽകി. 2 ദിവസമായി നടന്നുവന്നിരുന്ന SFI ചാവക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് C തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR അമൽ അധ്യക്ഷനായി. KV ജാബിർ, TV സുരേന്ദ്രൻ, KB ഫസലു എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ പ്രതിനിധി സമ്മേളനം ഒല്ലൂരിൽ നടന്നു. അനിലക്കര MLA ഉദ്ഘാടനം ചെയ്തു. ജെയ്ജു സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ്, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, PP ഡാൻഡസ് തുടങ്ങിയവർ സംസാരിച്ചു.
MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചാലക്കുടി പോട്ട 2ാം വാർഡിലെ വർക്കി മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം BD ദേവസി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ അധ്യക്ഷയായി. പ്രതിപക്ഷ നേതാവ് VO പൈലപ്പൻ, കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു. റോഡിനായി സ്ഥലം വിട്ടു നൽകിയ P. ആന്റണിയെ ചടങ്ങിൽ MLA ആദരിച്ചു. സമത്വ ഭിന്നശേഷി അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് കുടുംബ സമ്മേളനം അനിൽ അക്കര MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ജോണി ആറ്റത്ര അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KK സെയ്തു മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, നഗരസഭാ വൈസ് ചെയർമാൻ അനൂപ് കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അന്തിക്കാട് വള്ളൂർത്താഴം കോൾപ്പടവിലെ നെൽകൃഷിയിൽ മുഞ്ഞബാധ, കർഷകർ ആശങ്കയിൽ. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി കൃഷിവകുപ്പ്. പദ്ധതികൾ പ്രാവർത്തികമാക്കാനുള്ള തടസ്സം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണെന്ന് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. പദ്ധതികൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ധനനഷ്ടത്തിന് കാരണമാകുന്നതായും മന്ത്രി. മാറ്റാമ്പുറത്ത് ആനയിടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊന്നു. മരിച്ചത് കൊണ്ടാഴി സ്വദേശി ബാബുരാജ്. ആക്രമണത്തിൽ മറ്റൊരു പാപ്പാന് പരിക്ക്. പ്രളയാനന്തരം രോഗബാധിതനായ ഭർത്താവുമായി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി തിരികെ പോകാൻ വീടില്ലാതെ വിഷമിച്ച വീട്ടമ്മയ്ക്ക് TCV വാർത്ത തുണയായി. സുമനസ്സുകളുടെ കാരുണ്യത്തിൽ ഒരുങ്ങുന്നത് സന്തോഷ വീട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.